പി.വി. അൻവറിൻ്റെ തൃണമൂൽ സ്ഥാനാർത്ഥി എന്നുള്ള പത്രിക തള്ളിയപ്പോൾ ഒരുപാട് ഫ്ലക്സുകൾ ഇങ്ങനെ മായ്ക്കേണ്ടി വന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടൻ തന്നെ നമ്മളെ ഫ്ലക്സ് വർക്ക് തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ചിഹ്നം വെച്ചുകൊണ്ട് നമ്മൾ മുന്നൊരുക്കം നടത്തിയതായിരുന്നു. പിന്നീട് ചില സാങ്കേതിക കാരണത്താലാണ് നമ്മളെ ചിഹ്നം പിന്നോട്ട് പോവുകയും ഒരു 500 ഫ്ലക്സോളം നമ്മളെ മൊത്തം മണ്ഡലത്തിൽ ഒരു 500-600ഓളം ഫ്ലക്സുകൾ അടിച്ചിരുന്നു. അപ്പോൾ ഇലക്ഷൻ്റെ ചെറിയ നിയമ പ്രശ്നം കാരണം നമ്മുടെ ചിഹ്നം തള്ളുകയും പിന്നീട് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയത് കേരളത്തെ ഒന്നടങ്കം കട്ട് ചെയ്യാൻ പറ്റിയ കത്രികയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പി.വി. അൻവർ ഉന്നയിച്ച ആശയങ്ങൾ വെട്ടി നിരത്താൻ പറ്റിയ ആയുധം തന്നെയാണ് പി.വി. അൻവറിന് കിട്ടിയിട്ടുള്ളതെന്ന് അതിൽ അതിയായ സന്തോഷമുണ്ടെന്നും. ഇതിൽ നേരത്തെ ഒരു മാസം മുമ്പേ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയെന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു മാസം മുന്നേ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ പിന്നെ UDFൻ്റെ ഭാഗമാവുന്നുള്ള UDFനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഇതിൽ തന്നെയാണ് ഞങ്ങൾ നിന്നിരുന്നത്. പിന്നെ നമ്മുടെ ആശയങ്ങളും നമ്മുടെ കാര്യങ്ങളോടും യോജിപ്പില്ല എന്നുള്ളത് വി.ഡി. സതീശൻ്റെ നിലപാടിനോട് ഞങ്ങൾ യോജിപ്പില്ല. കാരണം മത്സരിക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ നേതാവ് പറഞ്ഞത്. ഞങ്ങൾ ഒരു 6 മണിക്ക് പോയിട്ട് ഞങ്ങൾ 11 വരെ അണികൾ മത്സരിക്കണം നിർബന്ധിച്ചിട്ട്, കാരണം എത്രത്തോളം മത്സരിക്കണം നിർബന്ധിച്ചിട്ടാണ് മത്സര രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അതിന് മുന്നേ തന്നെ UDFൻ്റെ ഭാഗമാവുള്ള ഞങ്ങൾ കരുതിയത്. അതോ മത്സരിക്കാൻ താല്പര്യമില്ല. അതോട് ഞങ്ങൾ ഈ TMCൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് പത്രിക സമർപ്പിക്കും. അതിലെന്തോ ചെറിയ സാങ്കേതിക പിഴവ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് സ്വതന്ത്രമായിട്ട് കൂടിയും കൊടുത്തു. ഞങ്ങളുടെ പിന്നെ ഇത് തള്ളി, 10 ആളുടെ ഒപ്പില്ലാത്തതുകൊണ്ട് തള്ളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ CMCയുടെ ഒരു സ്ഥാനാർത്ഥിത്വം പത്രിക തള്ളി. അതുകൊണ്ട് ഞങ്ങൾ സ്വതന്ത്രമായി സംസാരിച്ചു. അതിൻ്റെ മുന്നേ ഈ TMCയിലുള്ള ബോർഡ് ഞങ്ങൾ അടിച്ചു. കാരണം നമുക്ക് അടിക്കണമല്ലോ, പ്രവർത്തനം തുടങ്ങണമല്ലോ. അപ്പം നമ്മളതിൽ ആ ഒരു പേര് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് വെട്ടി മാറ്റേണ്ടി വന്നു. അത്രയേ ഉള്ളൂ. 500 ഫ്ലക്സുകൾ ഇതുപോലെ പേര് വെട്ടി മാറ്റേണ്ടി വന്നത് ബുദ്ധിമുട്ടായോ? ഇല്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ എല്ലാത്തിനും തരണം ചെയ്യാനുള്ള അണികളാണ് ഇറങ്ങിയിട്ടുള്ളത്. കൂടെ ഞങ്ങൾ എത്രയോ ഉമ്മമാർ വരെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഉമ്മമാർ വരെ ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങാം, ഫ്ലെക്സ് കെട്ടാൻ വരാമെന്നിട്ട് ഉമ്മമാർ വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മ അടക്കം പല ഉമ്മമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഫ്ലെക്സ് വെക്കാൻ അൻവർക്കാണോ എന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര്. കാരണം എനിക്ക് രണ്ട് രാഷ്ട്രീയത്തിൽ ഞാൻ വർക്ക് ചെയ്ത ആളാണ്. കാരണം ഞാൻ ഓരോ അലിഗേഷൻസ് കണ്ടുകൊണ്ട് മാത്രമാണ് ഇതിന് പിന്നിട്ട് ഈ ഒരു അൻവർക്ക എന്ന ഒരു പ്രതിഭാസം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനോട് കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി ചിഹ്ന സ്ഥിതിക്ക് പുതിയ ഫ്ലക്സുകൾ വരുന്നില്ലേ? പുതിയ ഫ്ലക്സുകൾ ഇപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്ന് രാത്രിയോടുകൂടി നിലമ്പൂർ മണ്ഡലത്തിൽ മൊത്തം സ്ഥാപിക്കുകയും ചെയ്യും. എന്തായാലും പി.വി. അൻവർ അയച്ചുവിട്ട ഈ ആശയങ്ങൾക്ക് അനുകൂലമായ ചിഹ്നമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. വെട്ടി നിരത്താൻ പറ്റിയ ആയുധമായിട്ടാണ് ഞങ്ങൾക്ക് കത്രിക ചിഹ്നം അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്.